ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് നമ്മൾ ചെയ്യുന്നത്, ഇത് കണ്ടാൽ മട്ടൻ കറി പോലെ ഇരിക്കും, പക്ഷേ അതൊന്നുമല്ല, സോയ ചങ്കാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അതുപോലെ നമ്മൾ പാത്രത്തിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ആ വെള്ളം തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്ന സോയ ചങ്ക്, ഒരു 100 ഗ്രാം സോയ ചങ്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 3 മിനിറ്റോളം തിളപ്പിച്ച് അത് ഒന്ന് വേകാൻ അനുവദിക്കുക. ഒരുപാട് വേകണ്ട, ഒരു 3 മിനിറ്റോളം ഒന്ന് വെന്തിട്ട് അത് നമുക്ക് തീ ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് നന്നായി കഴുകിയതിന് ശേഷം നല്ലപോലെ ഞെക്കി പിഴിഞ്ഞ് ഇത് മാറ്റി വയ്ക്കുക. ഒട്ടും ജലാംശം പാടില്ല. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു 50 മില്ലി എണ്ണ ഒഴിച്ചിട്ട്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അതെടുക്കാം. വെളിച്ചെണ്ണയാണ് കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ അളവിന് കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 10-12 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ടേബിൾ സ്പൂൺ അളവിന് കൊത്തി അരിഞ്ഞ ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് ഒന്നുകൂടെ ഇളക്കി ചേർക്കുക. ഇത് പച്ചമുളക് കൂടി ഒന്ന് മൂത്ത് വരുമ്പം 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് നമ്മളിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അത് ഒന്ന് വഴന്ന് വരാൻ അനുവദിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി, ഹൈ ഫ്ലെയിം വേണ്ട. മീഡിയം ഫ്ലെയിമിൽ ഇത് ഒന്ന് വഴന്ന് വരാൻ അനുവദിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കുന്നത് നന്നായിരിക്കും, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഒരു പകുതിക്ക് മുകളിൽ വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ 2 തക്കാളിക്ക അത് ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ട് അതുകൂടെ ഇട്ട് ഇളക്കി കൊടുക്കുക, ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിന് പെരുംജീരകവും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു ഏലക്കയും കൂടെ അരച്ച് അത് ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ അളവിന് ഗരം മസാലയും, 1/2 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ അളവിന് ബീഫ് മസാല അല്ലെങ്കിൽ മീറ്റ് മസാല അതോടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതിളക്കി ചേർക്കുക. നന്നായിട്ട് ഇളക്കി ആ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. മസാലയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 300 മില്ലി വെള്ളം ഒഴിച്ച് കൊടുക്കുക. 300 മില്ലി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ വേവിച്ച് ഞെക്കി പിഴിഞ്ഞ് വെള്ളമായി മാറ്റി വെച്ചിരിക്കുന്ന സോയാ ചങ്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായിട്ട് ആ മസാലയൊക്കെ അതിൽ പിടിക്കുന്ന പോലെ ചേർക്കുക. അതിനുശേഷം ഇത് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. ഒരു ടേബിൾ സ്പൂൺ അളവിന് ഡാർക്ക് സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. ഡാർക്ക് സോയ സോസ് ഒഴിക്കുന്നത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ഡാർക്ക് സോയ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ഗ്ലാസ് കട്ടിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാലാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അതുകൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കുക. ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ 2 ചെറിയ തക്കാളിക്ക് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റ് സമയം കൂടെ വേവിക്കുക. വേവിച്ചതിന് ശേഷം നമ്മൾ മൂടിയെടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് പറ്റി വരാനായിട്ട് സ്വല്പസമയം തുറന്ന് വെച്ച് വേവിക്കുക. ഇപ്പം നന്നായിട്ട് നമ്മളുടെ സോയ ചങ്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ പ്രോത്സാഹനം എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ദിനം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് കാലം ബൈ.